ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നോമ്പ് 3-ന് ഞാൻ തയ്യാറാക്കിയത് പൊട്ടാറ്റോ ബോൾസ് ആണ്. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. ഈ ഒരു സ്നാക്ക് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതിനായിട്ട് 1 കിലോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുക്കണം. വേവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ എടുത്ത് കളയണം. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കണം അത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ അരിപ്പൊടി കുറവാണെന്ന് തോന്നണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. നന്നായി അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായാൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചിക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം ഇത് ചിക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തവി വെച്ചിട്ടൊന്ന് ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ വലിയ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചെറുതാക്കിയെടുക്കാം. ഇനി കയ്യിൽ എണ്ണ തടവിയതിന് ശേഷം നമുക്കിതിന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ കയ്യിൽ ആദ്യം ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൽ ഈ ഫില്ലിങ് മുട്ടയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുക. ഓരോന്നോരോന്ന് ബോളാക്കി എടുക്കുക. അപ്പം ഇങ്ങനെ മുട്ടയുടെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. മുട്ടയുടെ ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ ഇട്ടിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അത് നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കാനായിട്ടുണ്ടാവും. നല്ല ചൂടോടെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അരിപ്പൊടി ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോഴും നല്ലൊരു ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുക. നല്ല ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം 8 ബോൾസ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 3 ചെറിയ ബോൾസിനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഉമ്മാക്ക് മുട്ട വെച്ചിട്ടുള്ളതൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഉമ്മാക്കായിട്ട് വേറെ തന്നെ ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതിൽ ഞാൻ ഉള്ളി പൊരിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒന്ന് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ. എന്നിട്ട് ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയത്തിലാക്കുക ഫ്ലെയിം. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, എടുത്ത് മാറ്റാം. ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം എണ്ണ പലഹാരം കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവാറില്ല. കൂടുതൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ മേശപ്പുറം നിറച്ച് ഇങ്ങനെ കണ്ട് അതെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ നമുക്ക് ക്ഷീണമായിട്ട് ഇങ്ങനെ കിടക്കും, തളർന്നിങ്ങനെ മയങ്ങി കിടക്കും. അപ്പോൾ പകൽ മുഴുവൻ നമ്മൾ നോമ്പെടുത്തിട്ട് ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഫുള്ള് എണ്ണ പലഹാരങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തായാലും കാര്യമില്ല. കുറച്ച് ഫ്രൂട്ട്സ്, അത്യാവശ്യം ഫ്രൂട്ട്സ് കഴിക്കുക. ഒരു ഇഷ്ടത്തിന് മാത്രം ഉണ്ടാക്കാറുള്ളൂ. കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും എടുത്ത് കഴിക്കും. അപ്പോൾ കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഞങ്ങളിവിടെ 6 പേരുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.